ലോകത്തിലെ ഏറ്റവും വലിയ വിജയികൾക്ക് ഒരു രഹസ്യമുണ്ട്. അവർ സിംഹങ്ങളെപ്പോലെ ഗർജിക്കാറില്ല, പകരം ഇരപിടിക്കുന്നതിന് മുമ്പുള്ള പൂച്ചയെപ്പോലെ നിശബ്ദരായിരിക്കും. മണ്ടനായി അഭിനയിക്കുക, കോടികൾ സമ്പാദിക്കുക. ചാണക്യനീതിയുടെ ഈ ഒരൊറ്റ തന്ത്രം മതി നിങ്ങളുടെ സാമ്പത്തിക ജീവിതം മാറ്റിമറിക്കാൻ. അത് എങ്ങനെയാണെന്ന് അറിയണോ? നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് പ്ലാനുകളും സ്വപ്നങ്ങളും എല്ലാവരോടും പറയാറുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ്. ചാണക്യന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഏറ്റവും വലിയ ആയുധം നിങ്ങളുടെ നിശബ്ദതയാണ്. മറ്റുള്ളവർ നിങ്ങളെ വിഡ്ഢിയെന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ വിജയിക്കാം? ഇന്നത്തെ കാലഘട്ടത്തിൽ കോടീശ്വരനാകാൻ ചാണക്യൻ നൽകുന്ന 5 രഹസ്യങ്ങളിതാ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അധികം റിച്ച് ആളുകൾ ഫ്ലാഷിയല്ല. അവർ സൈലന്റായി വർക്ക് ചെയ്യും, സൈലന്റായി അവർ ഇൻവെസ്റ്റ് ചെയ്യും, സൈലന്റായി അവർ ഗ്രോ ചെയ്യും. അവരുടെ സക്സസ് അനൗൺസ് ചെയ്യുന്നത് റിസൾട്ട് വന്നതിന് ശേഷമാണ്. ഇതാണ് മണി സൈക്കോളജി. പ്ലാനുകൾ രഹസ്യമായി വെക്കുക. ബുദ്ധിമാനായ ഒരാൾ തന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളും പ്ലാനുകളും എല്ലാവരോടും വിളിച്ചു പറയാറില്ല. സാധാരണക്കാരനായി അല്ലെങ്കിൽ അല്പം മണ്ടനായി മറ്റുള്ളവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ നിങ്ങൾക്കൊരു ഭീഷണിയായി കാണില്ല. ഇത് നിങ്ങളുടെ പ്ലാനുകൾ ആരും കോപ്പി അടിക്കാതെയും തടസ്സപ്പെടുത്താതെയും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. ഉദാഹരണത്തിന്, ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് അത് എല്ലാവരോടും പറഞ്ഞാൽ പലരും നിങ്ങളെ നിരാശപ്പെടുത്തിയേക്കാം. പകരം പണി പൂർത്തിയാക്കിയ ശേഷം ഫലം കാണിച്ചു കൊടുക്കുക. പരിഹാസങ്ങളെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കുക. നിങ്ങൾ പുതിയതെന്തെങ്കിലും ചെയ്യുമ്പോൾ ആളുകൾ ചിരിക്കുകയും പരിഹസിക്കുകയും ചെയ്തേക്കാം. ചാണക്യന്റെ ജീവിതത്തിൽ നന്ദവംശത്തെ പുറത്താക്കാൻ അദ്ദേഹം പദ്ധതിയിട്ടപ്പോൾ പലരും പരിഹസിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം അത് നിശിതമായി സഹിക്കുകയും ശരിയായ സമയത്ത് തിരിച്ചടിക്കുകയും ചെയ്തു. ഇന്നത്തെ കാലത്ത് തുടക്കത്തിൽ ആളുകൾ നിങ്ങളെ കളിയാക്കുന്നത് നിങ്ങൾ ശരിയായ പാതയിൽ നിന്നാണ് സൂചനയാണ്. മണ്ടനായി ഇരുന്നു കൊണ്ട് വിദ്യകൾ പഠിക്കുക, അതായത് പുതിയ സ്കില്ലുകൾ. ഉദാഹരണത്തിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കുമ്പോഴും പലരും അതും സമയം കളയലാണെന്ന് പറഞ്ഞേക്കാം. എന്നാൽ മറ്റുള്ളവർ നിങ്ങളെ വിഡ്ഢിയെന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ നിശബ്ദമായി ആ വിദ്യകൾ പഠിച്ചെടുക്കുക. ഭാവിയിൽ ഇതേ വിദ്യകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ കഴിയും. അതുപോലെ ഒന്നാണ് ചെറിയ റിസ്കുകൾ എടുക്കുക. സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവർ റിസ്ക് എടുക്കാൻ തയ്യാറാകണം. സുരക്ഷിതമായ ജോലിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവർക്ക് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പ്രയാസമാണ്. ചെറിയ തുകകൾ ഉപയോഗിച്ച് പുതിയ ബിസിനസ് പരീക്ഷണങ്ങൾ നടത്തുന്നത് വിഡ്ഢിത്തമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നാം, പക്ഷേ ആ ചെറിയ റിസ്കുകളാണ് വലിയ വിജയങ്ങളിലേക്ക് നയിക്കുന്നത്. നിശബ്ദനായി മുന്നേറുക. നിങ്ങളുടെ അടുത്ത നീക്കം എന്താണെന്ന് ആരും അറിയരുത്. സോഷ്യൽ മീഡിയയിൽ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്നത് നിങ്ങളുടെ പ്ലാനുകൾ നശിക്കാൻ കാരണമാകും. ചാണക്യനീതി പ്രകാരം വിജയം കൈവരിക്കുന്നതിന് മുൻപ് രഹസ്യങ്ങൾ പുറത്താവുന്നത് പരാജയത്തിന് കാരണമാകും. അതിനാൽ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക, പറഞ്ഞു നടക്കരുത്. ശരിയായ സമയം തിരിച്ചറിയുക. വിഡ്ഢിത്തമെന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ പോലും ശരിയായ സമയത്ത് ചെയ്താൽ വലിയ ലാഭമുണ്ടാക്കാം. ഉദാഹരണത്തിന്, ഡിജിറ്റൽ വിപ്ലവം വന്ന സമയത്ത് അതിലേക്ക് മാറുകർ ഇന്ന് കോടീശ്വരന്മാരാണ്. മറ്റുള്ളവർ അത് വെറും തമാശയെ കണ്ടപ്പോൾ ബുദ്ധിമാന്മാർ ആ അവസരം മുതലാക്കി. ഇനി തന്ത്രപരമായ വിഡ്ഢിത്തം. ചാണക്യൻ പറയുന്നത് അമിതമായി തിളങ്ങുന്ന ആയുധം പെട്ടെന്ന് തുരുമ്പിക്കും. നിങ്ങൾ വലിയൊരു ബിസിനസ് ഐഡിയ പ്ലാൻ ചെയ്യുമ്പോൾ അത് എല്ലാവരോടും പറയരുത്. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് തന്ത്രമോ പുതിയ ഒരു ആപ്പോ വികസിപ്പിക്കുകയാണെങ്കിൽ അത് രഹസ്യമാക്കി വെക്കുക. ആളുകൾ നിങ്ങളെ വെറുതെ സമയം കളയുന്നവനെന്ന് വിളിക്കട്ടെ, ആ വിളി നിങ്ങളെ മത്സരങ്ങളിൽ നിന്ന് മാറ്റി നിർത്തും. ആരും നിങ്ങളെ ഒരു ഭീഷണിയായി കാണാത്തതുകൊണ്ട് നിങ്ങൾക്ക് സ്വതന്ത്രമായി പണിയെടുക്കാം. അറിവില്ലാത്തവനെ പോലെ ചോദിക്കുക. ദ പവർ ഓഫ് ആസ്കിങ്. ഒന്നും അറിയാത്ത ഒരാളെ പോലെ പെരുമാറുന്നത് വലിയ അറിവുകൾ നേടാനുള്ള തന്ത്രമാണ്. ഇനിയൊന്നാണ് സമ്പാദ്യ രഹസ്യം. ഒരു ബിസിനസ് മീറ്റിംഗിലോ ഇൻവെസ്റ്റ്മെന്റ് ചർച്ചയിലോ എല്ലാം അറിയുന്നവനായി നടിക്കരുത്. മണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ കൂടെയുള്ളവർ തങ്ങളുടെ രഹസ്യങ്ങളും അറിവുകളും നിസ്സാരമെന്ന് കരുതി നിങ്ങളോട് പങ്കുവയ്ക്കും. ഈ അറിവുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് കോടികളുടെ ലാഭമുണ്ടാക്കാം. ശത്രുവിനെ നിശബ്ദത കൊണ്ട് തോൽപ്പിക്കുക. ചാണക്യൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ ശത്രുക്കളെ പരിഹസിക്കുമ്പോൾ ചിരിച്ചു തള്ളുക എന്നാണ്. നിങ്ങൾ ഒരു ചെറിയ കടയോ ഓൺലൈൻ ബിസിനസ്സോ തുടങ്ങുമ്പോൾ നാട്ടുകാർ പരിഹസിച്ചേക്കാം. അവരോട് തർക്കിക്കാൻ നിൽക്കുന്നത് നിങ്ങളുടെ ഊർജം കളയും. ആ സമയം ബിസിനസ് മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുക. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഉയർന്നു കാണുമ്പോൾ അവരുടെ പരിഹാസം ആരാധനയായി മാറും. അതുപോലെ പണം കൈകാര്യം ചെയ്യുന്നതിലും ചാണക്യൻ ചില രഹസ്യങ്ങൾ പറയുന്നുണ്ട്. ചാണക്യൻ പണത്തെ ഒഴുകുന്ന വെള്ളത്തോടാണ് ഉപമിച്ചത്. ഒരു കുളത്തിലെ വെള്ളം കെട്ടിക്കിടന്നാൽ അത് ചീഞ്ഞു പോകും. അതുപോലെ പണം ഒരിടത്ത് മാത്രം വെക്കാതെ അത് നിക്ഷേപിക്കണം.
അതാണ് ഇൻവെസ്റ്റ്മെന്റ്. കേവലം സേവിങ്സ് അക്കൗണ്ടിൽ പണമിടുന്നത് വിഡിത്തമാണ്. അത് റിയൽ എസ്റ്റേറ്റ്, മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ സ്വന്തം ബിസിനസ് എന്നിവയിൽ നിക്ഷേപിച്ച് കോമ്പൗണ്ടിങ് വഴി പണം വളർത്തുക. ശീലങ്ങൾ മാറ്റുക, കോടീശ്വരനാകുക. പണമുണ്ടാക്കാൻ ബുദ്ധി മാത്രം പോരാ, അച്ചടക്കം, അതായത് ഡിസിപ്ലിൻ വേണമെന്ന് ചാണക്യൻ പറയുന്നു. പുലർച്ചെ എഴുന്നേൽക്കുക, ചിന്തകളെ ക്രമീകരിക്കാൻ ഇത് സഹായിക്കും. ചെലവ് ചുരുക്കുക, വരുമാനത്തെക്കാൾ കുറവ് മാത്രം ചെലവാക്കുക. മണ്ടനായി അഭിനയിക്കുന്നതിന്റെ ഗുണം ഇതാണ്. ആഡംബരങ്ങൾ കാണിച്ച് ജീവിക്കുന്നതില്ല, ആ പണം നമുക്ക് ലാഭിക്കാം. ഇനി ഒന്നാണ് തുടർച്ചയായ പഠനം. വിദ്യയാണ് ഏറ്റവും വലിയ ധനം. ദിവസം 1 മണിക്കൂറെങ്കിലും സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ മാറ്റിവെക്കുക. എപ്പോഴാണ് നമ്മുടെ വേഷം അഴിക്കേണ്ടത്? നിങ്ങൾ ലക്ഷ്യത്തിലെത്തുന്നവരെ മണ്ടനായി തുടരുക. വിജയം ഉറപ്പായാൽ മാത്രം നിങ്ങളുടെ യഥാർത്ഥ ശക്തി ലോകത്തിന് കാണിച്ചു കൊടുക്കുക. ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യനെ രാജാവാക്കുന്നവരെ തന്റെ തന്ത്രങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല. ഓർമ്മിക്കുക, ലോകം നിങ്ങളെ വിഡ്ഢിയെന്ന് വിളിക്കുന്നത് നിങ്ങളുടെ വിജയത്തിന്റെ ആദ്യപടിയാണ്. കാരണം അവർ നിങ്ങളെ ശ്രദ്ധിക്കാനില്ലാത്തപ്പോൾ നിങ്ങൾ ലോകം കീഴടക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താം. ഇനി എന്തിനാണ് മണ്ടനായി അഭിനയിക്കേണ്ടത്? ലോകം ഇപ്പോഴും വിജയികളെയും ബുദ്ധിമാന്മാരെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ബുദ്ധിമാനെന്ന് 4 ആൾ അറിഞ്ഞാൽ ശത്രുക്കൾ വർദ്ധിക്കും. നിങ്ങളുടെ വളർച്ച തടയാൻ ആളുകൾ ശ്രമിക്കും. പ്രതീക്ഷകൾ കൂടും. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ടി വരും. നിങ്ങളുടെ ഐഡിയകൾ മോഷ്ടിക്കപ്പെടും. ചാണക്യൻ പറയുന്നത്, കാട്ടിലെ നേരെ നിൽക്കുന്ന മരങ്ങളാണ് ആദ്യം മുറിക്കപ്പെടുക. വളഞ്ഞു നിൽക്കുന്ന മരങ്ങൾ ആർക്കും വേണ്ടാത്തതുകൊണ്ട് അവിടെ തന്നെ നിൽക്കും. അതുപോലെ നിങ്ങളൊരു സാധാരണക്കായി നടിക്കുമ്പോൾ ലോകം നിങ്ങളെ വെറുതെ വിടും. ആ സമയം കൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തിക സാമ്രാജ്യം കെട്ടിപ്പടുക്കാം. കോടികൾ സമ്പാദിക്കാനുള്ള മണ്ടൻ വഴികൾ, അതായത് പ്രാക്ടിക്കൽ സ്റ്റെപ്സ്. ഇന്നത്തെ കാലത്ത് ഈ തന്ത്രം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ. വിവരങ്ങൾ ചോർത്തുക, അതായത് ഇൻഫർമേഷൻ ഗാദറിംഗ്. ഒരു ബിസിനസ് മീറ്റിംഗിലോ ഇൻവെസ്റ്റ്മെന്റ് ചർച്ചയിലോ ഒന്നും അറിയാത്ത ഒരാളെപ്പോലെ ഇരിക്കുക. ഇതെന്തിനാണ്? എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ചോദ്യങ്ങൾ ചോദിക്കുക. ആളുകൾ തങ്ങളുടെ അറിവുകൾ പ്രദർശിപ്പിക്കാൻ വേണ്ടി ബിസിനസ്സിലെ രഹസ്യങ്ങളും ലാഭക്കണക്കുകളും നിങ്ങളോട് പറഞ്ഞു തരും. ഇനി നമുക്ക് ആഡംബരം ഉപേക്ഷിക്കുക, അതായത് ലോ പ്രൊഫൈൽ ലൈഫ് കാത്തുസൂക്ഷിക്കുക. പണമുണ്ടെന്ന് കാണിക്കാൻ വില കൂടിയ കാറുകളും വാച്ചുകളും വാങ്ങുന്ന ഒരുതരം വിഡിത്തമാണ്. എന്നാൽ മണ്ടനായി അഭിനയിക്കുന്നവൻ സാധാരണക്കാരനായി ജീവിക്കും. ഈ ലാഭിക്കുന്ന പണം വീണ്ടും ബിസിനസ്സുകളിൽ നിക്ഷേപിച്ച് കോമ്പൗണ്ടിംഗ് വഴി കോടികൾ ഉണ്ടാക്കും. മത്സരമില്ലാത്ത വിപണി കണ്ടെത്തുക. എല്ലാവരും ചെയ്യുന്ന IT അല്ലെങ്കിൽ ഗ്ലാമർ ജോലികൾ വിട്ട് ആളുകളെ പുച്ഛത്തോട് കാണുന്ന ബിസിനസ്സുകൾ, ഉദാഹരണത്തിന് വേസ്റ്റ് മാനേജ്മെന്റ്, കൃഷി, ചെറുകിട നിർമ്മാണം. ഇത് ശ്രദ്ധിക്കുക. ആളുകൾ നിങ്ങളെ കളിയാക്കുമ്പോൾ നിങ്ങൾ അവിടെ കുത്തക സൃഷ്ടിക്കുകയായിരിക്കും. ചാണക്യതന്ത്രവും ഡിജിറ്റൽ യുഗത്തിൽ ഇത് എങ്ങനെ പ്രാവർത്തികമാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പ്ലാനുകൾ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ പോസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ തോറ്റുപോയെന്ന് ലോകം വിചാരിക്കട്ടെ. നിശബ്ദമായി നിങ്ങളുടെ വെബ്സൈറ്റ് ആപ്പോ നിർമ്മിക്കുക. പുറമെ മണ്ടനായി കാണപ്പെടുമ്പോഴും ഉള്ളിൽ നിങ്ങളൊരു ലോണിംഗ് മെഷീൻ ആയിരിക്കണം. AI, സ്റ്റോക്ക് മാർക്കറ്റ്, സൈക്കോളജി എന്നിവയിൽ മാസ്റ്റർ ആവുക. വലിയ പണക്കാരുടെ ഇടയിൽ ചെല്ലുമ്പോൾ വിനയത്തോടെ നിൽക്കുക. അവർ നിങ്ങളെ ഒരു ശിഷ്യനായി കണ്ട് പണമുണ്ടാക്കാനുള്ള വഴികൾ ഉപദേശിച്ചു തരും. നിശബ്ദത പാലിക്കുക. നിങ്ങളുടെ അടുത്ത മാസത്തെ ടാർഗറ്റ് എത്രയാണെന്ന് സുഹൃത്തുക്കളോട് പോലും പറയരുത്. യൂട്യൂബിലും മറ്റും ഫ്രീ ആയി കിട്ടുന്ന കോഴ്സുകൾ വിഡ്ഢിയായിരുന്നതുകൊണ്ട് ഒരു തുടക്കക്കാരൻ്റെ മനസ്സോടുകൂടി പഠിക്കുക. ഒരു ഓൺലൈൻ ബിസിനസ് വിജയിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ ലാഭം ഉപയോഗിച്ചത് രണ്ടാമത്തേത് തുടങ്ങുക. ഓർമ്മിക്കുക, ഓൺലൈൻ ലോകത്ത് ഷോ ഓഫ് ചെയ്യുന്നവരല്ല, മറിച്ച് നിശബ്ദമായി സിസ്റ്റം നിർമ്മിക്കുന്നവരാണ് കോടീശ്വരന്മാരാകുന്നത്. വിപണിയിലെ അദൃശ്യനാകുക. ഓൺലൈൻ ബിസിനസ്സിൽ പലരും ചെയ്യുന്ന തെറ്റ് തങ്ങളുടെ ലാഭം സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കുക എന്നതാണ്. ഇന്ന് കണ്ടുവരുന്നത് പുതിയ ആളുകൾ നിങ്ങളുടെ അതേ ബിസിനസ്സിലേക്ക് കടന്നു വരികയും നിങ്ങളുടെ ലാഭം കുറയുകയും ചെയ്യും. നിങ്ങളുടെ ലാഭമോ നിങ്ങൾ ഉപയോഗിക്കുന്ന പരസ്യതന്ത്രങ്ങളോ ആരോടും വെളിപ്പെടുത്തരുത്. നിങ്ങൾ സാധാരണക്കാരനായി നടിക്കുമ്പോൾ വലിയ മത്സരമില്ലാതെ ആ വിപണിയിലെ മുഴുവൻ പണവും നിങ്ങൾക്ക് സ്വന്തമാക്കാം. വിജയത്തിന്റെ സുരക്ഷിതത്വം നിങ്ങൾ ബുദ്ധിമാനാണെന്ന് ലോകമറിഞ്ഞാൽ ലോകം നിങ്ങളെ തടയാൻ ശ്രമിക്കും. എന്നാൽ നിങ്ങളൊരു മണ്ടനായി അല്ലെങ്കിൽ സാധാരണക്കായി തുടരുമ്പോൾ നിങ്ങളുടെ വളർച്ച ആരും ശ്രദ്ധിക്കില്ല. ഈ നിശബ്ദതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മൂലധനം. നിങ്ങൾ കോടികൾ സമ്പാദിച്ചു കഴിഞ്ഞാലും അത് പ്രദർശിപ്പിക്കാതിരിക്കുമ്പോൾ അനാവശ്യമായ നികുതി പ്രശ്നങ്ങളിൽ നിന്നും, ശത്രുക്കളുടെ കണ്ണേറിൽ നിന്നും, അനാവശ്യമായ മത്സരങ്ങളിൽ നിന്ന് നിങ്ങൾ സുരക്ഷിതനാകുന്നു.
ഇനി നമുക്ക് അഹങ്കാരമില്ലാത്ത പഠനം നോക്കാം. സീറോ ഈഗോ ലേണിംഗ്. മണ്ടനായി അഭിനയിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം നിങ്ങൾ ആരിൽ നിന്ന് എപ്പോഴും പഠിക്കാൻ സാധിക്കുമെന്നാണ്. ഓൺലൈൻ വിപണി ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കെല്ലാം അറിയാം എന്ന് കരുതുന്നവൻ്റെ വളർച്ച അവിടെ നിൽക്കുന്നു. എന്നാൽ വിനയത്തോടെ എനിക്കിതൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നവൻ്റെ മുന്നിൽ വിജ്ഞാനത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു. പ്രായോഗികമായി നടപ്പിലാക്കൽ, അതായത് ആക്ഷൻ പ്ലാൻ. ഈ തന്ത്രം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വാക്കുകൾ കുറയ്ക്കുക, പ്രവൃത്തി കൂട്ടുക, പ്ലാനുകൾ രഹസ്യമാക്കി വെക്കുക. ആഡംബരത്തേക്കാൾ നിശ്ചയത്തിന് മുൻഗണന നൽകുക. പണം കാണിക്കാനല്ല വളർത്താനാണെന്ന് മനസ്സിലാക്കുക. ക്ഷമ ശീലിക്കുക. വിതച്ച ഉടനെ കൊയ്യാൻ ശ്രമിക്കരുത്. മണ്ടനായി ഇരുന്നു കൊണ്ട് വിപണിയെ നിരീക്ഷിക്കുക. ശരിയായ സമയം വരുമ്പോൾ മാത്രം ആഞ്ഞടിക്കുക. ചാണക്യൻ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ സ്വന്തം രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് തൻ്റെ നാശത്തിന് വഴിയൊരുക്കും. നിങ്ങൾ ഓൺലൈൻ ബിസിനസ്സിലൂടെ കോടികൾ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ തന്ത്രങ്ങളും ലാഭവും ഒരു നിഗൂഢതയായി സൂക്ഷിക്കുക. ലോകം നിങ്ങളെ കുറച്ച് കാണട്ടെ, അത് നിങ്ങളുടെ വിജയത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കും. നിങ്ങളുടെ നിശബ്ദതയിൽ ഒരു സാമ്രാജ്യം പണിയുക. നിങ്ങളുടെ വിജയം ലോകത്തിനൊരു ഇടിമുഴക്കമായി മാറട്ടെ. പണം ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രധാനം അത് നിലനിർത്തുന്നതാണ്. സാമ്പത്തിക അച്ചടക്കം. ചാണക്യൻ പറയുന്നത് വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവാക്കുന്നവൻ വിഡ്ഢിയാണ്. എന്നാൽ 50-30-20 റൂൾ നിങ്ങളുടെ വരുമാനത്തിൻ്റെ 50% ആവശ്യങ്ങൾക്കും 30% ആഗ്രഹങ്ങൾക്കും ബാക്കി 20% നിർബന്ധമായും നിക്ഷേപത്തിനും മാറ്റിവെക്കുക. ആഡംബരം ഒഴിവാക്കുക. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കടം വാങ്ങി സാധനങ്ങൾ വാങ്ങുന്നത് നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ തകർക്കും. മണ്ടനായി അഭിനയിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെന്ന് ലോകം അറിയാതിരിക്കുക എന്നാണ്. വരുമാന മാർഗങ്ങൾ വർദ്ധിപ്പിക്കുക. ഒരു വരുമാനത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നത് അപകടമാണ്. നിലവിലുള്ള ജോലിക്കൊപ്പം തന്നെ ഓൺലൈനായോ ഓഫ്ലൈനായോ ചെയ്യാവുന്ന ചെറിയ ബിസിനസ്സുകൾ കണ്ടെത്തുക. വിനയം ആയുധമാക്കുക. അറിവുള്ളവരോട് സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു വിദ്യാർത്ഥിയാകുക. ഇത് കൂടുതൽ അറിവ് നിങ്ങളിലേക്ക് എത്തിക്കാൻ സ്ഥാപിക്കും. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, വിദ്യയാണ് ഏറ്റവും വലിയ ധനം, അത് ആർക്കും മോഷ്ടിക്കാൻ കഴിയില്ല. ഓഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.